ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു പുളിയിഞ്ചി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിലേക്ക് ഇഞ്ചി ഞാൻ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. മുളക് ഞാൻ ഇങ്ങനെ ചെത്തിയിട്ടാണ് വെച്ചത്. പിന്നെ അതിലേക്ക് ലേശം കരുവേപ്പില വേണം. പിന്നെ ഉലുവയും കടുകും വറുത്തെടുക്കണം. ആദ്യം ഞാൻ ഉലുവയും കടുകും വറുത്തെടുക്കട്ടെ. ഞാൻ ഓണാക്കിയിട്ട് ഉലുവയും കടുകും വറുത്തെടുക്കട്ടെ. ഇത് അതിൽ പൊടിച്ച് ചേർക്കാനുള്ളതാണ്. ഇത് ചൂടായതിൻ്റെ ശേഷം നമുക്ക് ഈ ഉലുവി ഈ കടുകും കൂടി ഒന്നതിന് പൊടിച്ചെടുക്കണം. പുളിയൊക്കെ ഞാൻ പിഴിഞ്ഞ് വെച്ചതാണ്. എല്ലാതും നല്ല റെഡിയാക്കി വെച്ചതാണ്. ഇത് വറുത്തെടുക്കട്ടെ. ഇത് നല്ലവണ്ണം തുറന്ന് വരണം. ഇത് നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലേക്ക് ഒഴിവാക്കട്ടെ. ഇനി നമുക്ക് മുളകും ഇഞ്ചിയും പൊരിച്ചെടുക്കാം. വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചി പച്ചമുളകും കൂടി ഒന്ന് വാട്ടിയെടുക്കണത്. ഇതുള്ളൊരു ഇതാണ്. ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ അവർ കൊണ്ടുപോകലുണ്ട്. നല്ലതാണ്. പുളി വേണ്ട താമസം ഇതിനുള്ളൂ. പിന്നെ ഇതൊക്കെ നമ്മൾ യോജിപ്പിച്ച് ചേർക്കണം. ഇത് ഇഞ്ചിയും പച്ചമുളകും വാടി വന്ന് ഇഞ്ചിൻ്റെ ചുവയൊക്കെ ഒന്ന് മാറി വരും. ഇഞ്ചി വാട്ടിയെടുക്കണം അതിനായി. അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചി ഇങ്ങനെ കടിക്കുമ്പോൾ ചുവയ്ക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഒന്ന് വാട്ടിയിട്ട് അതിലിട്ടാൽ നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അത് വാട്ടിയെടുക്കുന്നത്. നന്നായിട്ട് വാടി വരുന്നുണ്ട്. ഇങ്ങനെ വാടിയാൽ മതി. ഇനി പുളിവെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പുളിവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അടുപ്പത്ത് വെക്കട്ടെ. അതിൽ നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ തോതിൽ മഞ്ഞളിട്ടാൽ മതി, വല്ലാതെ വേണ്ട. ചെറുത് പച്ചമുളകിൻ്റെ എരിവിന് കണക്കാക്കിയിട്ട് ഇട്ടാൽ മതി. നമ്മൾ മുളക് പൊടി, ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവിന് പാകാക്കിയിട്ട് ഇട്ടാൽ മതി മുളക് പൊടി. ഇനി കുറച്ച് ഉപ്പിടണം. എന്നിട്ട് ഉപ്പും പാത്രം കുറച്ച് പുളി ഉള്ളതുകൊണ്ട് അതിൽ അത്യാവശ്യം നല്ല ഒരു ഉപ്പിടണം. അങ്ങനെ ഇനി അത് തിളച്ച് വരട്ടെ. തിളക്കി കിട്ടണം. നമുക്കത് അരച്ച് വയ്ക്കാം. അപ്പോഴേക്കും ഇത് പൊടിച്ചോണ്ടിട്ടാ. അപ്പോൾ വെള്ളം കുറേ കുറുകി വന്നിട്ടുണ്ട്. ഇനിയുണ്ട് കുറുകാൻ. അപ്പോഴേക്കും നമുക്ക് ഈ ശർക്കര നല്ല ഒരു കേടൊന്നുമില്ലാത്ത ശർക്കരയാണ്, കരടില്ലാത്ത. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു 4 അച്ചിട്ട് കൊടുക്കേണ്ടി വരും. 3 മതിയില്ലേ? നോക്കിയിട്ടിടല്ലേ? ഇനി 3 അച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി അത് തിളച്ച് കുറുകി വരട്ടെ. മധുരം പോരാ തോന്നുകയാണെങ്കിൽ അപ്പം നമുക്ക് ചേർത്ത് കൊടുക്കണം.
ഇപ്പോൾ ഒരുവിധം ഒക്കെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇതേപോലെ കുഴമ്പലായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മുളക് ഇഞ്ചിയും പൊരിച്ചത് അതിലിട്ടത് ചുവപ്പിച്ച് വാട്ടിയെടുത്തതാണ് അത് അതിലിടാം. ഇനി ഒന്നത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അത് അതിലേറെ വെള്ളം പറ്റും. അപ്പോഴേക്കും നമുക്ക് ആ പൊടി അതിലിട്ട് കൊടുക്കണം. ഉലുവയും കടുകും പൊടിച്ചത് അത് അതിലിട്ട് കൊടുക്കണം. ഇപ്പം ഇഞ്ചി മുളക് അതിലിട്ട് കൊടുത്ത് മധുരം കുറവായപ്പോൾ ഒരച്ച് ശർക്കര കൂടി ഏറെ ഇനി ഒന്ന് കുറുകട്ടെ കേട്ടോ. മുളക് അതിലിട്ടിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി അതിലിട്ട് കൊടുക്കുക. ഉലുവപ്പൊടി ഉലുവയും കടുകും കൂടിയും പൊടിച്ചതാണിത്. അത് അതിലിട്ട് കൊടുക്കട്ടെ. അതിൻ്റെ ശേഷം നമുക്കിത് വാങ്ങി വെച്ചൊന്ന് വറവിടണം. വെള്ളം വറ്റി പാനൊന്ന് ചൂടാവട്ടെ കേട്ടോ. മുളക് വറുത്താക്കുന്ന പാനാണ്. ഇതൊന്ന് ചൂടായിക്കോട്ടെ. എണ്ണ ചൂടായി വരുന്നുള്ളൂ. കടുക് കഴിച്ചിട്ട് വെക്കാം. ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ സൂപ്പർ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. കാണിച്ചത് കുറുകി വന്നു നന്നായി സെറ്റായിട്ടുണ്ട്. ഇതാ നല്ല കുറുകി വന്നു. ഇത് ഏത് സദ്യക്കും നല്ല ടേസ്റ്റാണ്. ചോറ് കൂട്ടി ഉണ്ണാൻ. മോനിപ്പം തന്നെ പുളിയഞ്ചീൻ്റെ വാസന കേട്ടിട്ട് ചോറിലേക്ക് ചോദിക്കുന്നുണ്ട്. ഞാൻ കൊണ്ടു കൊടുക്കട്ടെ. പുളിയഞ്ചി റെഡി ആയിട്ടുണ്ട്. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.